Next, we can discuss about the water in the atmosphere and what is humidity. Water content in atmosphere is called humidity. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഹ്യൂമിഡിറ്റിയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മാത്രമല്ല, ഹ്യൂമിഡിറ്റി വേരീസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ഓൾസോ വിത്ത് ടൈം. ഹ്യൂമിഡിറ്റിയിൽ വെറും സ്ഥലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളല്ല ഉള്ളത്, പകരം സമയത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. ഓരോ സമയത്തും ഹ്യൂമിഡിറ്റി പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ എത്രയാണോ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളത്, ആക്ച്വലി ഇപ്പോൾ എത്രയാണോ വാട്ടറിൻ്റെ എമൗണ്ട് ഉള്ളത്, അതിനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് വരുന്നത്? നമുക്കൊക്കെ അറിയാവുന്ന പോലെ സോളാർ എനർജി ഭൂമിയിലേക്ക് എത്തുകയും അതുവഴി ഭൂമിയിൽ ഇവാപ്പറേഷൻ പ്രോസസ്സ് അഥവാ എന്തുണ്ടാകുന്നു, നീരാവി ആയിട്ട്, അഥവാ ഈ ഭൂമിയിലുള്ള വെള്ളം നീരാവിയാക്കി മാറ്റി ഇവാപ്പറേഷൻ പ്രോസസ്സിലൂടെ വേപ്പറായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും, ഇതാണ് ആക്ച്വലി വാട്ടർ കണ്ടൻ്റായിട്ട് എവിടെ വരുന്നത്? അന്തരീക്ഷത്തിൽ, അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഈ അറ്റ്മോസ്ഫിയറിൽ വരുന്ന വാട്ടർ കണ്ടൻറ്റിൻ്റെ ആക്ച്വൽ എമൗണ്ടിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇതിനെ മെഷർ ചെയ്യാറുള്ളത് വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് എത്രയാണോ ഉള്ളത് അതിനെ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ, അഥവാ ഒരു ക്യൂബിക് മീറ്റർ വോളിയത്തിൽ എയറിൽ എത്ര ഗ്രാം വാട്ടർ വേപ്പർ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ വാട്ടർ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് സാധാരണ ഇതിനെ അളക്കാറുള്ളത്. There is a limit to amount of water vapor at the atmosphere can hold at the certain temperature. ഒരു പ്രത്യേക ചൂടിൽ അന്തരീക്ഷത്തിൽ ഇതുപോലെ വാട്ടർ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ഈ നീരാവി നിലനിൽക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അഥവാ കുറച്ച് കഴിഞ്ഞാൽ ഈ നീരാവി സ്വാഭാവികമായിട്ട് നീരാവി കൂടി അത് അന്തരീക്ഷത്തിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ രൂപത്തിൽ ദി സ്റ്റേജ് വിച്ച് ദി അറ്റ്മോസ്ഫിയർ ഫുള്ളി സാച്ചുറേറ്റഡ്, ഇത്തരത്തിൽ അന്തരീക്ഷം പരിപൂർണമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്ന അല്ലെങ്കിൽ പൂരിതാവസ്ഥയിലാകുന്ന ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷം ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് അന്തരീക്ഷം പരിപൂർണമായിട്ടും നീരാവിപൂരിതമാകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെ അന്തരീക്ഷം പരിപൂർണമായിട്ടും നീരാവിപൂരിതമായി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് കണ്ടൻസേഷൻ ബിഗിൻസ്. എന്താ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? ഈ നീരാവി ഒന്നെങ്കിൽ ക്ലൗഡായിട്ട് മാറിയിട്ട് അത് പിന്നീട് റെയിനായിട്ട് ഭൂമിയിലേക്ക് വരുന്ന, അഥവാ ഈ നീരാവിക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും ഇപ്പോൾ ഒന്നെങ്കിൽ അത് ആയി മാറും, അല്ലെങ്കിൽ അത് മേഘമായിട്ട് മാറും, അല്ലെങ്കിൽ ചെറിയ ക്രിസ്റ്റൽസ് ഓഫ് സ്നോ അഥവാ മഞ്ഞിൻ്റെ ചെറിയ കഷ്ണങ്ങളായി മാറും. ഇങ്ങനെ ഏത് രീതിയിൽ മാറുന്നതിനെയും നമ്മൾ പറയുന്നത് കണ്ടൻസേഷൻ എന്നാണ്. ഇനി അടുത്തത് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ കണ്ടൻസേഷൻ സാധാരണയായിട്ട് തുടങ്ങാറുണ്ട്. ആ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 പോയിൻറ്റ്സ് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. ഓക്കെ.